ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാന സന്ദർശിക്കും. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംബന്ധിക്കും. വികസിത് ഭാരത് റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിക്ക് കീഴിലുള്ള കേന്ദ്ര വിഹിതം 95,000 കോടി രൂപയായി ഉയർത്തിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പണലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി 3 ലക്ഷം കോടി രൂപ വിപണിയിലിറക്കാനൊരുങ്ങി RBI. SIR കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ കേരളത്തിൽ പൂർത്തിയായി. 22 വരെ പരാതികൾ സമർപ്പിക്കാം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തും. വാർത്തകൾ വിശദമായി. AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 8:55-നായിരുന്നു വിക്ഷേപണം. LVM-3യുടെ 3ാം വാണിജ്യ വിക്ഷേപണ ദൌത്യമാണിത്. അമേരിക്കൻ കമ്പനി AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെയാണ് ബാഹുബലി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള റോക്കറ്റ് ഈ ദൌത്യത്തിലൂടെ ബഹിരാകാശത്തെത്തിച്ചത്. 6100 കിലോഗ്രാമാണ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് AST സ്പേസ് മൊബൈൽ. അമേരിക്കയുടെ AST സ്പേസ് മൊബൈൽ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം വിക്ഷേപിച്ച ISROയെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ. ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിന്റെ പ്രതിഫലനമാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ അഭിമാനകരമായ നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിക്ഷേപണ വിജയത്തിൽ ISROയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ ഉയർച്ച പ്രതിഫലിപ്പിക്കുന്നതാണ് ISROയുടെ ശ്രദ്ധേയമായ വിജയമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. LVM-3 M6ന്റെ വിജയകരമായ വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ISRO ചെയർമാൻ V. നാരായണൻ അഭിനന്ദിച്ചു. ഇസ്രോയ്ക്ക് ഇത് ഒരു സുപ്രധാന നേട്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു. I am extremely happy to announce that LVM-3 Bahubali rocket M6 launch vehicle has successfully and precisely injected the Bluebird Block 2 communication satellite in the intended orbit. This is the first dedicated commercial launch for a customer from USA, that is AST Space Mobile. This is our 104th launch from Sriharikota, also the 9th successful mission of LVM-3 launch vehicle, demonstrating its 100% reliability. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാന സന്ദർശിക്കും. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സമ്മേളനം, ഹരിയാന പോലീസ് പാസിംഗ് ഔട്ട് പരേഡ്, മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമ അനാച്ഛാദനം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളിൽ ശ്രീ ഷാ പങ്കെടുക്കും. പഞ്ച്കുലയിലെ സെക്ടർ 5ലെ ഇന്ദ്രധനുഷ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വീർബാൽ ദിവസ് പരിപാടിയിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. വികസിത് ഭാരത് റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിക്ക് കീഴിലുള്ള കേന്ദ്ര വിഹിതം 86,000 കോടി രൂപയിൽ നിന്ന് 95,000 കോടിയോളം രൂപയായി ഉയർത്തിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമീണ തൊഴിൽ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ശക്തമായ പിന്തുണയും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം പദ്ധതിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ സംഘടിപ്പിക്കും. ഷെഡ്യൂൾഡ് പ്രദേശങ്ങളിൽ ഇന്ന് പ്രത്യേക ഗ്രാമസഭകൾ നടക്കും. മറ്റ് പഞ്ചായത്തുകളിൽ മറ്റന്നാൾ പ്രത്യേക ഗ്രാമസഭകൾ സംഘടിപ്പിക്കും. മുൻ പ്രധാനമന്ത്രി ഭാരത് രത്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജീവിതാദർശങ്ങളോടുള്ള ആദരസൂചകമായി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാഷ്ട്രപ്രേരണ സ്ഥൽ ഉദ്ഘാടനം ചെയ്യും. അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ശ്രീ മോദിയുടെ ലക്നൌ സന്ദർശനം. ഏകദേശം 230 കോടി രൂപ ചെലവിൽ 65 ഏക്കർ വിസ്തൃതിയിലാണ് രാഷ്ട്രപ്രേരണ സ്ഥലിന്റെ നിർമ്മാണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 26 വരെ അറിയിക്കാം. ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു.
വിപണി ഇടപെടലിലൂടെയും വിദേശ വിനിമയ സ്വാപ്പിലൂടെയും വരും ആഴ്ചകളിൽ ഏകദേശം 3 ലക്ഷം കോടി രൂപ വിപണിയിലേക്ക് പമ്പ് ചെയ്യാനാണ് RBI ഒരുങ്ങുന്നത്. നിർദ്ദിഷ്ട പദ്ധതി പ്രകാരം 2 ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വാങ്ങും. വിദേശ കറൻസി സ്വാപ്പും നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഒഡീഷയിലെ ബർഘട്ടിൽ സംഘടിപ്പിക്കുന്ന ധനുയാത്രയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ധനുയാത്രയിലെ സമാനതകളില്ലാത്ത ഉജ്ജ്വല പ്രകടനങ്ങൾ സമൂഹത്തിൽ ആത്മീയ സാംസ്കാരിക ബോധം വളർത്തുമെന്ന് രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. 11 ദിവസത്തെ പൌരാണിക പരമ്പരാഗത സാംസ്കാരിക പ്രദർശനങ്ങളാണ് ധനുയാത്രയിൽ ഉള്ളത്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തും. ഇന്നലെ വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ശ്രീലങ്കയെ 7 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ മുന്നിലാണ്. പരമ്പരയിലെ അടുത്ത മത്സരം ഡിസംബർ 26-ന് തിരുവനന്തപുരത്ത് നടക്കും. മത്സരത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി KCA സെക്രട്ടറി വിനോദ് കുമാർ പറഞ്ഞു. Both the teams are coming 5:40 by a chartered flight. They are coming from Vishakhapatnam. We have 3 matches on 26th, 28th and 30th. The ticket rates are $250 and we are giving concession tickets at 50%. So the concession tickets are available at ₹125. യുവപ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ കായിക ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള വേദി സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സമഗ്ര പരിശീലന നയം ആരംഭിച്ചു. മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങളോടൊപ്പം സ്പോർട്സ് ഭരണം, അനുബന്ധ പ്രൊഫഷണൽ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവും ലഭ്യമാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി. പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിന് വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവയിൽ നിയന്ത്രണം. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഈ മാസം 26-ന് 30,000 പേരെയും മണ്ഡലപൂജ നടക്കുന്ന ശനിയാഴ്ച 35,000 പേരെയുമേ വെർച്വൽ ക്യൂ വഴി അനുവദിക്കുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് 2,000-ആയി നിജപ്പെടുത്തി. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പ്രാർത്ഥനയിലും സന്തോഷത്തിലും കേരളത്തിലെ ദേവാലയങ്ങൾ. പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകന്റെ തിരുനാൾ ആഘോഷിക്കാനൊരുങ്ങുകയാണ് നാടും നഗരവും. ദീപാലങ്കാരങ്ങളും നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ഒരുക്കി പള്ളികൾ ക്രിസ്മസ് ആഘോഷങ്ങളെ വരവേൽക്കുകയാണ്. പ്രധാന പള്ളികളുടെയും സമീപ റോഡുകളുടെയും വർണ്ണാഭമായ അലങ്കാരം നഗരപ്രദേശങ്ങളിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. നാളെയാണ് ക്രിസ്തുമസ്. വായുമലിനീകരണം തടയുന്നതിന്റെ ഭാഗമായി ഡൽഹിയുടെ 300 കിലോമീറ്റർ ചുറ്റളവിലുള്ള 6 താപവൈദ്യുത നിലയങ്ങൾക്ക് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. 2023-ലെ ബയോമാസ് കോ ഫയറിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. 15 ദിവസത്തിനുള്ളിൽ രേഖാമൂലമുള്ള വിശദീകരണം സമർപ്പിക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഉപഭോക്തൃ അവകാശങ്ങളുടെ പ്രാധാന്യവും ഉപഭോക്തൃ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും സൃഷ്ടിക്കാനാണ് ദിനാചരണം. ഉപഭോക്താക്കൾക്കായി സമഗ്രമായ അവകാശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് 1986-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഈ ദിവസമാണ്. ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങളിൽ ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ളയെ വീണ്ടും വിളിച്ചുവരുത്തി ആശങ്കയറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. കഴിഞ്ഞയാഴ്ച ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ബംഗ്ലാദേശിലെ സുരക്ഷാ അന്തരീക്ഷം വഷളാകുന്നതിൽ ഇന്ത്യയുടെ ശക്തമായ ആശങ്കകൾ അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച് ISRO അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഹരിയാന സന്ദർശിക്കും. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംബന്ധിക്കും. വികസിത് ഭാരത് റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിക്ക് കീഴിലുള്ള കേന്ദ്ര വിഹിതം 95,000 കോടി രൂപയായി ഉയർത്തിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പണലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി 3 ലക്ഷം കോടി രൂപ വിപണിയിലിറക്കാനൊരുങ്ങി RBI. SIR കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ കേരളത്തിൽ പൂർത്തിയായി. 22 വരെ പരാതികൾ സമർപ്പിക്കാം. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്കായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തെത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.